നമസ്കാരം. എൻ്റെ പേര് അനന്തു കൃഷ്ണൻ. പ്രൊഫഷണൽ സർവീസസ് ഇന്നവേഷൻസ് എന്ന സ്ഥാപനം നേതൃത്വം നൽകുന്ന ജൈവഗ്രാമം പദ്ധതിയുടെ ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ഒരു കൈത്താങ്ങാകുന്ന വിധമാണ് ജൈവഗ്രാമം പദ്ധതി 2 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച ഈ പ്രോജക്റ്റ് കേരളത്തിലെ 14 ജില്ലയിലെയും ചെറുകിട നാമമാത്ര കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ, തൈകൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ 50% വരെ സാമ്പത്തിക സഹായത്തോടെ കൊടുക്കുകയും കാർഷിക മേഖലയിലെ നൂതനമായിട്ടുള്ള വിദ്യകളെക്കുറിച്ച്, കൃഷിരീതികളെക്കുറിച്ച് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകുകയും കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുകയും അത് സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടത്തി വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നൊരു ബൃഹത്തായ ലക്ഷ്യമാണ് ജൈവഗ്രാമം പദ്ധതിയിലൂടെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിലൂടെ 2 വർഷക്കാലം കൊണ്ട് 15,000-ലധികം കർഷകർക്കാണ് സേവനങ്ങൾ ഇതിനോടകം അവരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ബൾക്ക് പർച്ചേസിലൂടെ ലഭിക്കുന്ന മാർക്കറ്റിംഗ് ഫണ്ടിന്റെ സാധ്യതകൾ കൂടാതെ പബ്ലിക് ഡൊണേഷനുകളും ചേർത്തുകൊണ്ടാണ് ജൈവഗ്രാമം പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിലെ നിരവധിയായ സന്നദ്ധ സംഘടനകളാണ് അതിന് കീഴിലുള്ള കർഷക ക്ലബ്ബുകൾ, കർഷക സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവയിലൂടെ അല്ലെങ്കിൽ അതിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകളിലൂടെ കർഷകരെ സംയോജിപ്പിക്കുകയും കർഷകർക്ക് ആവശ്യമായ ഈ സേവനം അവരുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ജൈവഗ്രാമം പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് ഈ ചിങ്ങം 1 കർഷക ദിനത്തിന് ആരംഭം കുറിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പദ്ധതിയുടെ വിശദീകരണവും കർഷകരുടെ സംഗമവും 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ എറണാകുളം കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ കർഷക സംഗമത്തിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും വിവിധ കമ്പനികളുടെ മേധാവിമാരും സംവദിക്കുന്ന ഈ ഒരു ആശയ സംവാദ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്.